ഇൻഫ്ലോ ഹണി മാജിക് അവൻ പവേർഡ് ബൈ ടേസ്റ്റി നിബിൾസിലേക്ക് സ്വാഗതം. സാധാരണയായി നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ പലതരം വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. എങ്കിലും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാചകത്തിന് ഇപ്പോൾ രാവിലെ നമ്മൾ പ്രാതലിന് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉച്ചയൂണിന് അല്ലെങ്കിൽ രാത്രി എന്ത് കഴിക്കണം, അതിനൊക്കെ ഏകദേശം ഒരു ചിട്ടയായ ചില കാര്യങ്ങളുണ്ടാവും. ഒരു ദിവസം എത്ര കറി, എന്ത് വേണം, അതൊക്കെ ഒരു വീട്ടമ്മ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും. ഒരു പക്ഷേ ഒരാഴ്ചത്തെ ബഡ്ജറ്റ് ഇടാം, അതല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തെ ബഡ്ജറ്റ് ഇട്ടിട്ട് സാധനങ്ങൾ വാങ്ങി വയ്ക്കാം. അങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട്. നമ്മളൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മളൊക്കെ സാധാരണക്കാരായ ആൾക്കാർ ചെയ്യുന്ന രീതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ ചെന്ന് വാങ്ങുമ്പോൾ ഏറ്റവും ലാഭത്തിന് കിട്ടുന്ന കാര്യങ്ങൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ സീസണലായിട്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വിഭവം എന്താണ്, അപ്പോൾ അതിന് ലാഭമായിരിക്കും. വാങ്ങുമ്പോൾ വിലക്കുറവുണ്ടാകും. അപ്പോൾ മത്സ്യമാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും ആ രീതിയിൽ വാങ്ങിക്കും. അപ്പോൾ ചീരയൊക്കെ നമുക്ക് സാധാരണയായിട്ട് എപ്പോഴും കിട്ടും. ചീര, കൂമ്പ്, വാഴപ്പിണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളാണ്. നാടൻ വിഭവങ്ങളാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നമുക്ക് കിട്ടിയിരുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നാട്ടുമ്പുറങ്ങളിൽ നിന്ന് ഇപ്പോൾ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറാണ്. അതുകൊണ്ട് തന്നെ ചില നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്നും അങ്ങനെ തന്നെ കൃഷി ചെയ്ത് കൊണ്ട് വിൽക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ സ്ത്രീകൾ തന്നെയായിരിക്കും വഴി കച്ചവടക്കാരായിരുന്നു വിൽക്കുന്നത്. അപ്പോൾ അത്തരം പച്ചക്കറികൾ വാങ്ങി ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുപോലെ തന്നെ സീസണലായിട്ട് മറ്റു കാര്യങ്ങൾ വരുന്നത്, ഇത് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതല്ലാണ്ട് ലാഭത്തിന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചില കാലത്ത്, ചില സമയം അല്ലെങ്കിൽ ചില മാസങ്ങളിൽ കിട്ടുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാര്യം, ഇത് ഗൂർക്ക എന്ന് പറഞ്ഞൊരു കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്നൊരു കാര്യമാണ്. അതൊരു റൂട്ടാണ്. അപ്പോൾ അത് ഗൂർക്ക എന്ന് പറയും, ചീവക്കിഴങ്ങെന്ന് പറയും, ഇങ്ങനെ പല പേരുകളിൽ പറയും. അത് ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മാസങ്ങളിലാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നവംബർ, ഡിസംബർ, ജാനുവരി ഈ ഒരു സമയത്ത്. അപ്പോൾ അത് നല്ല ലാഭമാണ്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 40 രൂപയ്ക്കെല്ലാം കിട്ടും. അപ്പോൾ 1 കിലോ വാങ്ങിച്ച് 20 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നിറച്ചുണ്ടാവും. അത് മെഴുക്ക് വരട്ടിയായിട്ട് ഉണ്ടാക്കാം, തോരൻ വയ്ക്കാം, പിന്നെന്താ പല രീതിയിൽ നമുക്കൊരു ഉരുളക്കിഴങ്ങിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റിയ കാര്യമാണ്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ്. ഇത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഗൂർക്ക. അപ്പോൾ അതിന് ഞാനിങ്ങനെ സീസൺ നോക്കിയിരിക്കും ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മാജിക് അവനിലും ഇപ്പോൾ ഈ സീസണലായിട്ടുള്ള ഗൂർക്ക കൊണ്ട് നമ്മളൊരു വിഭവം തയ്യാറാക്കുന്നത്. ഒറ്റയ്ക്കല്ല ഈ വിഭവം തയ്യാറാക്കുന്നത്, നമ്മളിതിനൊരു നോൺ വെജിറ്റേറിയൻ വിഭവമാക്കി മാറ്റുകയാണ്. കാര്യം കോഴി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കാര്യമല്ലേ. ചിക്കൻ ഇഷ്ടമില്ലാത്ത മലയാളിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഗൂർക്ക എന്ന് പറയുന്ന ആ ഒരു കിഴങ്ങ് വർഗ്ഗത്തിലെ ആ ഒരു കിഴങ്ങും അതിനോടൊപ്പം നമ്മുടെ ചിക്കനും കൂടി ചേർത്തിട്ട് ഒരു മെഴുക്ക് വരട്ടി തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ വിഭവത്തിൻ്റെ പേര് മനസ്സിലായല്ലോ, ഇത് ചിക്കൻ ഗൂർക്ക മെഴുക്ക് വരട്ടി. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1.5 കിലോയുടെ കോഴി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഗൂർക്ക 1/2 കിലോ തൊലി ചുരണ്ടി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കണം. 1/2 കിലോ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് തരിയായി പൊടിച്ചെടുത്തത് 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, പച്ചമുളക് 6 മുതൽ 10 വരെ ഉപയോഗിക്കാം, ചെറിയ ഉള്ളി 15 എണ്ണം നീളത്തിലരിഞ്ഞത്, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 5-6, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1/2 കപ്പ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗൂർക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കി തുടങ്ങാം. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയ വിഭവമാക്കി മാറ്റാം. അപ്പോൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം ആദ്യം വയ്ക്കാം, അടുപ്പ് കത്തിക്കാം. ഇതിലേക്ക് ഇതാണ് നമ്മളുടെ ഗൂർക്ക. ഗൂർക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതിങ്ങനെ ഉരുണ്ട ഷേപ്പിലിരിക്കും, കറുത്ത തൊലിയോടുകൂടി. അപ്പോൾ തൊലിയെല്ലാം ചുരണ്ടി എടുത്തിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും, നിറം മാറും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അടുപ്പ് കത്തിച്ചു കഴിഞ്ഞു, ചിക്കൻ ചെറിയ പീസസ് ആയിട്ടാണ് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഈ രീതിയിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കണം. ഇത് ഒരു കോഴിയുണ്ട്, ഏതാണ്ട് ഒരു 1.5 കിലോയുടെ കോഴിയാണ്. 2 കിലോ അടുപ്പിച്ച് വെയിറ്റുള്ളൊരു കോഴി മേടിച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കുമ്പോൾ ഏകദേശം ഇത്രയും കിട്ടും. ഇതിലേക്ക് നമ്മൾ ഗൂർക്കയുടെ കഷ്ണങ്ങളും കൂടി ചേർക്കാം. ഇത് 1/2 കിലോ ഗൂർക്ക. ഇതൊരു പ്രത്യേക സ്വാദാണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് കിടന്നാണ് വേഗം പോകുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഏറെ ചേർക്കാം. ഏതാണ്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെന്താ, അതിനോടൊപ്പം ഇഞ്ചി ചതച്ച് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. അതുപോലെ തന്നെ ഏതാണ്ട് 1.5 ടേബിൾ സ്പൂണോളം
വെളുത്തുള്ളി ചതച്ച്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കുക, പിന്നെ ഒരു 6-7 വലിയ അല്ലി വെളുത്തുള്ളിയും ചതയ്ക്കുക. അപ്പോൾ ആവശ്യത്തിന് കിട്ടും. ഇനി ചതയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അരിഞ്ഞ് ചേർത്താലും മതി, എങ്ങനെയെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ. ഇനി പച്ചമുളക്, അത് 5 മുതൽ 10 വരെ എന്നാണ് ഞാൻ അളവ് പറഞ്ഞിരിക്കുന്നത്. കാര്യം പച്ചമുളകിൻ്റെ സൈസ്, എരിവ് ഇതെല്ലാം നോക്കിയിട്ട് 5, 6, 7, 8 എത്രയെന്ന് വെച്ചാൽ ചേർക്കുക, നമ്മളുടെ എരിവിനനുസരിച്ചിട്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 6-7 പച്ചമുളകുണ്ട്, വലിയ സൈസ്. ഇനി കുരുമുളക് പൊടി, അതും എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. 1 മുതൽ 1.5 2 എത്ര വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കുക. പിന്നീട് അടുത്ത സെക്കൻഡ് സ്റ്റേജിൽ എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ഏത് സമയത്തും ചേർക്കാം, പ്രശ്നമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായി വേകാനായിട്ട് പാത്രം അടച്ച് വേവിക്കണം. അപ്പോൾ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും, എങ്കിലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു, ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് അഡീഷണലായിട്ട് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചിട്ട് അടുപ്പിൽ വെച്ചാലും മതിയാകും. ഇപ്പം തന്നെ നല്ല ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം. ഇനി പാത്രം ഒന്ന് അടച്ച്. അപ്പോൾ എന്തായാലും കഷ്ണത്തിൽ നിന്നും വെള്ളം ഇറങ്ങും. ആ വെള്ളം എല്ലാം കൂടി ചേർന്ന് വന്നിട്ട് ഈ ചിക്കൻ്റെ പീസസും വേകണം, നമ്മളുടെ ഗൂർക്ക കഷ്ണങ്ങളും വെന്ത് കിട്ടണം. എല്ലാം കൂടി കിടന്നൊന്ന് വേഗട്ടെ. ഉപ്പെല്ലാം പിടിച്ച് നല്ല എരിവൊക്കെ ആയിട്ട് സ്പൈസി ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇത് വേഗം വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. നമ്മളുടെ ചിക്കൻ്റെ പീസസ് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഗൂർക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഉണ്ടല്ലോ, ഏകദേശം വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. ഇപ്പോൾ ചിക്കൻ്റെ പീസ് കിടക്കുന്ന കണ്ടിട്ട് എന്ത് തോന്നും? ബീഫിൻ്റെ കഷ്ണങ്ങൾ കിടക്കുന്ന പോലെ ഉണ്ടല്ലേ. നമ്മൾ ആ സൈസിൽ ബീഫിൻ്റെ പീസസ് പോലെയാണ് നമ്മൾ ചിക്കനെ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി എന്താണ്, ഈ പാത്രം ഇപ്പുറത്തേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ അടുപ്പിലേക്ക് തന്നെ വേറൊരു പാത്രം വയ്ക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, എങ്കിലേ അതിൻ്റേതായ ഒരു മണവും രുചിയും. ഇപ്പം ഇത് തന്നെ നല്ല മണമാണേ, പക്ഷേ ഇതിനെ കൂടാനുള്ളൊരു സാധ്യത ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമ്മുടെ വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്നു. ഇതിലേക്ക് നമ്മൾ ഏതാണ്ട് 1 ടീസ്പൂണോളം കടുക്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി തീരാറായി. ഇനി നമ്മൾ വറ്റൽ മുളക് ആവശ്യാനുസരണം ഒരു 4, 5, 6 എത്ര വേണമെങ്കിലും ഇടാം. വറ്റൽ മുളക്, പിന്നെ കറിവേപ്പില. ഇനി കുറച്ച് ചെറിയ ഉള്ളി. ഇപ്പോൾ ഉള്ളി മൂത്ത് തുടങ്ങുന്നു, നിറം മാറാൻ തുടങ്ങുന്ന ഈ സ്റ്റേജിൽ നമ്മൾ വറ്റൽ മുളകിൻ്റെ തരി അത് ചേർക്കാം. അത് 1 ടീസ്പൂൺ മുതൽ നോക്കിയിട്ട് എരിവ്. ഇതിപ്പോൾ നല്ല സ്പൈസിയാണ്, ആവശ്യാനുസരണം ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം, അത് മതി. 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അതൊന്ന് ചെറുതായി ഒന്ന് മൂക്കണം. മൂത്ത മണം വന്നു തുടങ്ങി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും അതോടൊപ്പം ഗൂർക്കയും ചേർന്ന മിശ്രിതം. ഗൂർക്കയെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ പീസസും അതുപോലെ തന്നെ എല്ലാം പാകത്തിന് വെന്തിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ആ ഗൂർക്കയുടെ കഷ്ണങ്ങൾക്ക് ചിക്കൻ്റെ സ്വാദ് ഇറങ്ങിയിട്ട് അതിന് ഇരട്ടി സ്വാദാണ്. ചിക്കൻ കഴിക്കുന്ന പോലെ ഇരിക്കും ഗൂർക്കയുടെ കഷ്ണം കഴിച്ചാലും. നന്നായിട്ട് ഇറച്ചിയുടെ സ്വാദ് പിടിച്ചിട്ടുണ്ടാവും. കാര്യം എന്തായാലും ആ ചിക്കൻ്റെ സ്റ്റോക്കിൽ കിടന്നല്ലേ വെന്തത്. അപ്പോൾ ചിക്കനിൽ നിന്ന് ഊറി ഇറങ്ങിയ വെള്ളവും എല്ലാം ചേർന്നിട്ടാണ് ഗൂർക്ക വെന്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഗുണവും രുചിയും എല്ലാം ഗൂർക്കയ്ക്ക് ഉണ്ടാവും. ഇനി ഇത് ഇച്ചിരി നേരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോഴല്ലേ അതൊരു മെഴുക്കുവരട്ടിയായി മാറുള്ളൂ.
ഇനി വീണ്ടും ഒരു 10 മിനിറ്റ് സമയം ഇങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ചെറിയ രീതിയിൽ കുറച്ച് നേരം കൂടി ഇട്ടേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മറിച്ചിടുക. എന്നിട്ട് നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക ഒരു 10 മിനിറ്റും കൂടി. ആ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡിയാവും. അതുവരെ ഒരു ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി മറിച്ചിടുന്നുണ്ടായിരുന്നു. ഇതിങ്ങനത്തെ ചട്ടുകം എടുക്കണം, ഇങ്ങനെ പരന്ന ഒരു സ്പാറ്റുല പോലെ. എന്നിട്ട് വേണം ഇളക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ കുഴഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ ശരിക്കും മെഴുക്ക് വരട്ടി പോലെ തന്നെ നമുക്കിങ്ങനെ മറിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കാം. എല്ലാം പാകത്തിന് മൂത്തിട്ടുണ്ട്. നല്ലൊരു മണം. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതെല്ലാം കൂടി മൂത്ത് വരുന്നൊരു മണമുണ്ടല്ലോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചിക്കൻ്റെ സ്വാദും ഗൂർക്കയുടെ ഒരു മണവും സ്വാദും, പിന്നെന്താ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് എല്ലാം കൂടി ചേർന്ന ഒരു നാടൻ രുചിയുടെ മണം. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നമ്മളുടെ ചിക്കൻ ഗൂർക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ സ്വാദാണ്, കാണുന്നത് പോലെ തന്നെ രുചികരമാണ്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എങ്കിലും ഏറ്റവും കൂടുതൽ നല്ല ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ചമ്പാവരി ചോറിൻ്റെ കൂടെ ഇത് മാത്രം വെച്ച് കഴിച്ചു നോക്കുക. ഭയങ്കര സ്വാദായിരിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഗൂർക്കയുടെ സീസണാണിപ്പോൾ. ഈ സമയത്ത് വാങ്ങാൻ പറ്റിയൊരു വിലയാണതിന്. അതും ചിക്കനുമായിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ. ഇത് നിങ്ങൾ അങ്ങനെ അധികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, പക്ഷേ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടമാവും.